എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ റോബിൻ അവൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തൗസൻഡ് സണ്ണി കപ്പൽ കാണാണ്. കപ്പലിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഒരു പോറല് പോലും ഇല്ലാതെ അതങ്ങനെ മിന്നിത്തിളങ്ങും. അവൾ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരിക്കും കപ്പലിൽ നിന്ന് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആരോ ഒരാള് പുറത്തേക്ക് വരിക. റോബിൻ, ഇത് ഞാനാണ് മിസ്റ്റർ ഫ്രാങ്കി. അവള് ഫ്രാങ്കിയുടെ ചേഞ്ച് ഒക്കെ കണ്ട് ഷോക്കാവും. പക്ഷേ അവന്റെ പോസിന് യാതൊരു മാറ്റവും ഇല്ല. റോബിൻ പറയും, നിനക്ക് ഒരു മാറ്റവും ഇല്ല, നീ ഇപ്പോഴും ആ പഴയ പൊട്ടൻ ഫ്രാങ്കി തന്നെ. ഫ്രാങ്കിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. നീ എന്റെ ചേഞ്ചസ് അതൊന്നും കാണുന്നില്ലേ? എന്റെ ബോഡി, സ്കിൽസ് അതെല്ലാം ചേഞ്ചായി. നിനക്ക് മാത്രമേ എന്റെ ചേഞ്ചസ് അത് കാണാൻ കഴിയാത്തതുള്ളൂ. റോബിൻ ആണെങ്കിൽ അതെല്ലാം കേട്ട് ചിരിച്ച് ഇപ്പൊ കപ്പലിലേക്ക് വരും. കപ്പലിന്റെ സ്ട്രെങ്ത് അത് പഴയതിനെ കഴിഞ്ഞും കൂടിയിരിക്കുകയാണ്. കോട്ടിംഗ് ഒക്കെ വേറെ ലെവല്. അപ്പോൾ ആ കോട്ടിങ്ങിൽ ഒന്ന് തൊട്ട് നോക്കും, കോട്ടിങ് റബ്ബർ പോലെ ഉണ്ടാവും. ഇതുപയോഗിച്ച് അവർക്ക് കടലിന്റെ അടിത്തട്ട് വരെ പോകാൻ പറ്റും. ആക്ച്വലി നമ്മുടെ റോബിനും റേലിയെ കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇപ്പൊ 8 പേര് ടോട്ടല് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവസാനമായിട്ട് വരാനുള്ള ഒരേ ഒരാള് അത് ടീം ക്യാപ്റ്റൻ ലൂഫിയാണ്. ലൂഫി കൂടെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അത് ആരംഭിക്കാം. ഫ്രാങ്കി ആണെങ്കിൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഫ്രാങ്കി പറയും, സാഞ്ചിയെയും ഉസോപ്പിനെയും ഞാൻ കണ്ടു. സാഞ്ചി കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും മീറ്റും ഫിഷൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് പോയതാണ്. ഉസോപ്പ് ആണെങ്കിൽ കപ്പലിന് ആവശ്യമായിട്ടുള്ള ഫ്യൂവല് അത് കളക്ട് ചെയ്യാൻ പുറത്തേക്ക് പോയി. ഉടനെ റോബിനാണെങ്കിൽ ബ്രൂക്കിന്റെ പ്രോഗ്രാം നോട്ടീസ് അത് ഫ്രാങ്കിക്ക് കാണിച്ചു കൊടുക്കും. ഫ്രാങ്കി പറയും, ബ്രൂക്ക് അവനിപ്പോ ഫേമസ് ആയി, ഈ ലോകം മുഴുവനും അവൻ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ബ്രൂക്കിന്റെ പ്രോഗ്രാം കാണിക്കും. കട്ട് ചെയ്ത നമ്മുടെ ഫേക്ക് ലൂഫിയാൻ ടീം അവിടേക്ക് ഇപ്പോ ചോപ്പർ ഓടിയെത്തും. ചോപ്പറിനാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷം. വാവ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ചോപ്പർ തുള്ളിച്ചാടും. അതിനുശേഷം ചോപ്പർ ഇപ്പൊ ഫേക്ക് ലൂഫിയുടെ അടുത്തേക്ക് വരും. പണ്ട് ക്യാമിയെ തട്ടിക്കൊണ്ടു പോയതുപോലെ നമ്മുടെ റോബിനെയും ചിലരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണം. കമോൺ കമോൺ, ഞാനിപ്പോ ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞ് ചോപ്പർ ഇപ്പോ അവരെ വിളിക്കും. ഉടനെ ഫേക്ക് ലൂഫിയാൻ ടീം അവരിപ്പോ കാര്യമായിട്ട് എന്തൊക്കെയോ കുശുകുശുക്കും, എന്തോ നടക്കുന്നുണ്ട്. പക്ഷേ ആ റിയൽ ലൂഫിയുടെ ടീം അവരിവിടേക്ക് വന്നിട്ടുണ്ടാവാം. അവരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരിപ്പോ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യും. ചോപ്പർ പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? വെറുതെ സമയം കളയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. അതിന് ഫേക്ക് ലൂഫി പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവളുടെ തലവിധിയാണ്. അവള് പോയാൽ നമുക്ക് അവൾക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താം. ചോപ്പർ ഷോക്കായിട്ട്, നീ എന്തായി പറയണേ? നമ്മൾ റോബിന് വേണ്ടി എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തു. നേവിയെ പോലും നമ്മൾ റോബിന് വേണ്ടി വെല്ലുവിളിച്ച് അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതല്ലേ? എന്നിട്ടിപ്പോ അവളെ ഇത്ര സിമ്പിളായിട്ട് നിനക്കെങ്ങനെ ഒഴിവാക്കാൻ തോന്നുന്നു? 2 വർഷം കഴിഞ്ഞപ്പോ നിനക്ക് എല്ലാവരോടും ഉള്ള പ്രതിബദ്ധതയും സ്നേഹമൊക്കെ പോയോ? നിനക്ക് എന്താ പറ്റും ചോദിച്ച് ചോപ്പർ അവന്റെ അടുത്തേക്ക് വരും. അതിന് ഫേക്ക് ലൂഫി അവന്റെ കൈ മടക്കി ചോപ്പറിനൊരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയിൽ അവൻ തെറിച്ചുപോയി അടിച്ചു വീഴും. അതിനുശേഷം ഫേക്ക് ലൂഫി അവന്റെ 100 മെമ്പേഴ്സിനെ അവിടേക്ക് വിളിക്കും. ചോപ്പർ ആണെങ്കിൽ കരഞ്ഞു നിലവിളിച്ച് എഴുന്നേറ്റ് നിൽക്കും. 2 വർഷം കൊണ്ട് നിങ്ങൾ എല്ലാവരും മാറിപ്പോയല്ലേ? റോബിനെയും എന്നെ ഒന്നും നിങ്ങൾക്ക് ഇപ്പൊ തീരെ വിലയില്ലല്ലേ? അതിനാ ഫേക്ക് ലൂഫിയും ടീമും ആണെങ്കിൽ പമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഹായായിട്ട് നിൽക്കാണ്. ഇവിടെ നമ്മുടെ പൊട്ടൻ ചോപ്പറിന് ഇപ്പോഴും അവർ ഫേക്ക് ആണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആര് സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, റോബിനെ അവളെ ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കുമെന്ന് പറഞ്ഞ് ചോപ്പർ ഇപ്പൊ എഴുന്നേറ്റ് നടക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് 2 നേവിക്കാര്, അവരുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ സ്ട്രോഹാ ടീമിന്റെ വാണ്ടഡ് പോസ്റ്റർ. അതിലവർ ചോപ്പറുടെ ഫോട്ടോ നോക്കും, അത് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. അവർ ഉറപ്പിക്കും ഇവർ തന്നെയാണ് യഥാർത്ഥ ലൂഫിയാൻ ടീം. ആക്ച്വലി അവർക്കും അത് ഫേക്ക് ആണെന്ന് മനസ്സിലാവില്ല. അവരാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അടുത്ത സെക്കൻഡ് ഒരുപാട് നേവി സോൾജിയേഴ്സും സെന്റമറും ആർട്ടിഫിഷ്യൽ കുമാ ടീമും അവരെല്ലാവരും ഫേക്ക് ലൂഫിയാൻ ടീമിനെ പിടിക്കാൻ റെഡിയായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. സെന്റമറു വമ്പം വാശിയില് ആ റിയൽ കൂമ അവൻ അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയതാണ്. അത് ഞാൻ ആക്ച്വലി അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ ഇത്തവണ അവരെന്റെ കയ്യിൽ നിന്ന് മിസ്സാവില്ല എന്ന് പറഞ്ഞ് ടെററായി കൂമ ടീമുമായിട്ട് ഇപ്പൊ ആ ബേസിലേക്ക് സെന്റമറു വരും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കഥാനായകൻ ലൂഫി, അവനാണെങ്കിൽ വലിയൊരു ബാണ്ടക്കെട്ടും എടുത്ത് സിറ്റി മുഴുവൻ കറങ്ങി നടക്കുകയാണ്. അവൻ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് സോറി നമ്മുടെ റേലിയുടെ വിബ്രു കാർഡ് എടുത്ത് കയ്യിൽ വെച്ച് ഇതിൽ നോക്കി മന്ദം നടന്നു വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് 2-3 പൈററ്റ്സ് ടീം അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ ഫൈറ്റ്
ഞാനെങ്ങനെ ഇവരുടെ ഇടയിലൂടെ പോകുന്ന ചിന്തിച്ച് നമ്മുടെ പാവൻ ലൂഫി അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയി തലയൊക്കെ ചൊറിഞ്ഞു നിൽക്കും. അതേസമയം ലാമയാണെങ്കിൽ ഒരു തുണിക്കടയിലേക്ക് വന്ന് അവിടെയുള്ള പകുതി തുണി വലിച്ചു വാരി എടുക്കുകയാണ്. അതിനുശേഷം കടക്കാരൻ്റെ അടുത്ത് ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ച് പേശി അങ്ങനെ നിൽക്കും. ഒസോപ്പ് വണ്ടർ അടിച്ച് ആമി നിനക്കിപ്പോ ഇത്രയും ഡ്രസ്സിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഓൾറെഡി ആ ഫിഷ്മാൻ ഐലാൻഡിലേക്ക് പോകാനുണ്ട്. സോ കുറച്ച് ഡ്രസ്സ് നിനക്ക് അവിടുന്ന് വാങ്ങിക്കൂടെ? പക്ഷെ നാമി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും ഡസൻ കണക്കിലെ ഡ്രസ്സുകൾ അങ്ങനെ വാരിക്കൊണ്ടുവന്ന് കൂട്ടിയിടും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സാൻജി അവനാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് സോറയും കൂട്ടിക്കൊണ്ട് വരികയാണ്. യു ആർ അൺബിലീവബിൾ. 2 വർഷമായിട്ടും സോറോ നിനക്ക് യാതൊരു മാറ്റവും ഇല്ല. നീ ഇപ്പോഴും വലിയൊരു മണ്ടൻ തന്നെ. സോറോയ്ക്കാണെങ്കിൽ അത് കേട്ട് കരി കയറും. അങ്ങനെ 2 ടീമും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയടി ഫൈറ്റ്. 5 വാൺ ചെയ്യും. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിൽക്ക്. എവിടേക്കെങ്കിലും തോന്നും പോലെ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് സാൻജി ഒരു പെൺകുട്ടിയെ വായി നോക്കുന്ന ഗ്യാപ്പില് സോറോ ആണെങ്കിൽ വീണ്ടും ഏതോ വഴിക്ക് നടന്നു പോകും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോപ്പർ അവൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ട നമ്മുടെ റോബിനെ കണ്ടെത്തിയേ അടങ്ങുമെന്ന് പറഞ്ഞ് തെരുവ് മുഴുവൻ കയറി ഇറങ്ങി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും എന്റെ ടീംമേറ്റ്സ് അവരൊരുപാട് മാറിപ്പോയി. എനിക്ക് ഇവരുടെ ഈ ചേഞ്ച് ഒന്നും താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് വരുമ്പോഴായിരിക്കും നമ്മുടെ ഉസോപ്പും നാമിയും രണ്ടുപേരും ചോപ്പറിനെ കണ്ട് ഹാപ്പിയായി ചോപ്പർ ഇത് ഞാനാണ് ഉസോപ്പ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. നാമി ഓടി വന്ന് അവനെ ഹഗ് ചെയ്യാണ്. ചോപ്പറിനാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നാമിയെ നോക്കി നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അടുത്ത് പറയാണ്. റോബിന് ആരൊക്കെയോ കുറച്ചു പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അതിന് നാമി പറയും അത് റിയൽ റോബിൻ അല്ല, നമ്മുടെ റോബിൻ. അവള് സേഫ് ആണ്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ആ ഫേക്ക് ടീമിനെ കുറിച്ച് അവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവര് 3 പേര് ഹാപ്പി ആയിട്ട് മുൻപോട്ടേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് ആ ഫേക്ക് ലൂഫി ടീം അവരിപ്പോ റിയൽ ചോപ്പറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം റിയൽ ചോപ്പറിന് അവരുടെ ടീമിൽ കിട്ടുകയാണെങ്കിൽ അവരുടെ ടീമിന്റെ ബലം അത് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ആൾക്കാര് അവരെ വിശ്വസിക്കും. ആയിരിക്കും കപ്പട മീശയൊക്കെ വെച്ച് നമ്മുടെ ലൂഫി ആ വലിയ ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് അവരുടെ മുൻപിലേക്ക് വന്നു പെടുക. ലൂഫിയെയും അവന്റെ പുറത്തുള്ള ബാണ്ടവും കാണുമ്പോൾ തന്നെ അവർക്ക് ആളെ പിടികിട്ടും. ഇവൻ തന്നെയാണ് നേരത്തെ അവരുടെ ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്തതെന്ന്. അവര് പറയും നീ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങളുടെ കൂടെ വരണം, ക്യാപ്റ്റന് വളരെ അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണം. ലൂഫി ഒരു സെക്കൻഡ് അവരുടെ മുഖത്തേക്ക് നോക്കും. ഓ മൈ ഗോഡ്, സോറോയും സാൻജിയും നിങ്ങൾ രണ്ടുപേരെയും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വായോ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാന്ന് പറയും. ആക്ച്വലി നമ്മുടെ ലൂഫിയും അവരെ കണ്ട് തെറ്റിദ്ധരിച്ചു. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സോറോയും സാൻജിയും അവരിപ്പോഴും അവരുടെ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. സോറോയ്ക്കാണെങ്കിൽ ഫിഷിംഗ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ സാൻജി ആണെങ്കിൽ അതിന് അനുവദിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് കപ്പലിലേക്ക് പോകണം. നമ്മുടെ ടീംമേറ്റ്സ് നമുക്ക് വേണ്ടി അവിടെ ഒരുപാട് നേരമായി കാത്തിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പോൾ ട്രെയിൻ നമ്പർ 46 അവിടെയാണെങ്കിൽ ഒരുപാട് പൈററ്റ്സ്. ഇവർ ആക്ച്വലി ആ ഫേക്ക് ലൂഫി ടീമിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു നേവി സോൾജിയർ ആണെങ്കിൽ അവരുടെ മൂവ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നേവിക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ പൈററ്റ്സ് ടീമിലെ മെയിൻ പൈററ്റ്സുകളെ അങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയാണ്. ഉടനെ അതിൽ ഒരു പൈററ്റ് വില്ലൻ കറക്റ്റ് ആയിട്ട് ആ നേവിക്കാരനെ കണ്ടെത്തി ആ ചുമരിലേക്ക് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.